A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoil, Nayadampoil. Sri Vivekananda Padana Kendram, Palemad, Edakara. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യത തള്ളിക്കളയാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. നിലമ്പൂരിൽ CPM യോഗത്തിനു മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പ് നേരിടാൻ സർവ്വസജ്ജമായി നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. ഈ രാഷ്ട്രത്തിനതീതമായിട്ട് നിരവധി ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഒരു പുതിയ ദിശാബോധം നൽകിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ഇപ്പോൾ ഈ ഒരു ചിലതൊക്കെ പരാജയപ്പെടാം, ചിലതൊക്കെ വിജയിക്കാം. ഈ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് ഇനിയും സാധ്യതയുണ്ട്. ഞാനത് ഇതിനോടകം തന്നെ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും CPIM-നെ സംബന്ധിച്ചും ഒക്കെ സ്വതന്ത്രരായ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുക എന്നതൊരു പുതിയ കാര്യമല്ല. അത് ഞങ്ങളുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ, പാർട്ടി നേതാക്കന്മാരെ മാത്രമല്ല സ്ഥാനാർത്ഥികളായി തീരുമാനിക്കാറുള്ളത്. വിവിധ രംഗങ്ങളിൽ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭമതികളെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തിന് വലിയ നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അവരുടെ കഴിവ് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ EMS ഗവൺമെൻറ്റിൽ തന്നെ, ആദ്യത്തെ EMS ഗവൺമെൻറ്റിൽ തന്നെ എത്രയോ മഹാരഥന്മാർ സ്വതന്ത്രരായി ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും മന്ത്രിസഭയിൽ വരികയും ചെയ്യും. കേരളത്തിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ഒരു സ്വതന്ത്രനായിരുന്നു, ആരോഗ്യമന്ത്രി സ്വതന്ത്രനായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി സ്വതന്ത്രനായിരുന്നു. ഇന്നും അവരെല്ലാം നമ്മുടെ നാട് ഓർത്തിരിക്കുന്നു. അതിന് തുടർച്ചയും ഉണ്ടായി. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് നേട്ടമാണ്, കേരള രാഷ്ട്രീയത്തിനും അത് നേട്ടമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ, അവരുടെ കഴിവുകളെ നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നിലമ്പൂരിലെടുത്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇടയ്ക്ക് ചിലപ്പോൾ ചിലത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും, അത് ഉദ്ദേശിച്ച ഫലം തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് സ്വതന്ത്രരെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അവർ കേരളീയ സമൂഹത്തിനും രാഷ്ട്രീയത്തിനും നൽകിയ സംഭാവന വളരെ വലുതുമാണ്. അപ്പോൾ ആ പ്രസക്തി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയും. നിരവധി പൊതുസ്വതന്ത്രരെ നിർത്തി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. EMS മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി സ്വതന്ത്രനായി വിജയിച്ചയാളായിരുന്നു. നിലമ്പൂരിൽ CPM-ന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്ന UDF നേതാക്കളുടെ പ്രതികരണത്തിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടാക്കിയ ഭിന്നത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാള്യത മറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതെന്നും സ്വരാജ് പറഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞത് ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യം കേരളത്തിലുണ്ട് എന്നാണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവിന് പോലും ഇങ്ങനെ പറയാൻ കഴിയുന്നത് അത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായതുകൊണ്ടാണ്. അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി വികസനത്തിൻ്റെ പേരിലാണ്. ഒപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ, കേരളത്തോടുള്ള അനീതി, മതനിരപേക്ഷത തകർക്കുന്ന നിലപാട്, അതിനെതിരെ ഉറച്ച ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇടതുപക്ഷമാണ്. ഇത്യാദി കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അത് ഇടതുപക്ഷത്തിനുള്ള അംഗീകാരമായി മാറും എന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നിരവധി വട്ടം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വതന്ത്രനെ തന്നെ 2 വട്ടം പരീക്ഷിക്കും, അയാൾ വിജയിക്കും, അയാൾ ഇപ്പോൾ മറുപക്ഷത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ നിലമ്പൂരിൽ അത് പ്രതിഫലിക്കുമോ? അത് എങ്ങനെയാണ് പാർട്ടി അതിനെ മറികടക്കുന്നത്? അത് നിലമ്പൂരിൽ പ്രതിഫലിക്കുക കൂടുതൽ വാശിയോടെ ഇടതുപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ് ചെയ്യുക. കാരണം 5 വർഷത്തേക്ക് ജനങ്ങൾ വിശ്വാസമർപ്പിച്ച ഒരാൾ ആ വിശ്വാസം സംരക്ഷിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അവരുടേതായ നിലപാട് സ്വീകരിക്കും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പുറത്തുപോയ ആൾ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വരെയും നിശ്ചയിക്കാൻ കരുത്തുള്ള ഒരാളാണ് പുറത്തേക്ക് വരും. അല്ല, അതൊക്കെ UDF-ന്റെ പ്രശ്നങ്ങളാണ്. അതിലൊന്നും ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അനിവാര്യമായ ദുരന്തങ്ങളെ അവർ ഏറ്റുവാങ്ങട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനില്ല. അത് തെരഞ്ഞെടുപ്പിലൂടെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ LDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ സ്വതന്ത്രനാണോ അല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള സമയമായിട്ടില്ല.
ഉയരങ്ങളിൽ രാപ്പാർക്കാം. കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.